മറ്റു വാർത്തകളിലേക്കാണ്. മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധിയില്ലെന്ന മന്ത്രിയുടെ വാദങ്ങളെ പൊളിച്ച ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ കണക്ക്. 3ാം അലോട്ട്മെന്റ് പ്രവേശന നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പ്രസിദ്ധീകരിച്ച കണക്കുകളാണ് മന്ത്രിയുടെ വാദങ്ങളെ പൊളിക്കുന്നത്. അൺഎയ്ഡഡ് സീറ്റുകൾ കൂട്ടിയില്ലെങ്കിലും മലപ്പുറത്ത് 2954 സീറ്റുകളുടെ കുറവ് മാത്രമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അൺഎയ്ഡഡ് കൂട്ടിയാൽ പോലും മലപ്പുറത്ത് 10,000-ലധികം വിദ്യാർത്ഥികൾ പുറത്താകും എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ ഘട്ടങ്ങളിലും ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ നിരവധി വിദ്യാർത്ഥികളാണ് പ്രവേശന നടപടികളിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. 3ാം ഘട്ടത്തിൽ മെറിറ്റിൽ മാത്രം 5782 വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടാതെ മാറി നിന്നത്. എന്നിട്ട് പോലും മലപ്പുറം ജില്ലയിലെ സീറ്റ് ക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. ജില്ലയിലെ 82,446 അപേക്ഷകരിൽ 50,964 പേർക്കാണ് പ്രവേശനം ലഭിച്ചത്. 31,482 വിദ്യാർത്ഥികൾ ഇപ്പോഴും അവസരത്തിനായി കാത്തു നിൽക്കുന്നു. ജില്ലയിലെ 50,080 മെറിറ്റ് സീറ്റുകളിൽ 44,254 വിദ്യാർത്ഥികൾ പ്രവേശനം നേടി. മെറിറ്റിൽ ഇനി ശേഷിക്കുന്നത് 5,826 സീറ്റുകൾ മാത്രം. കമ്മ്യൂണിറ്റി, സ്പോർട്സ്, MRS കോട്ടകളിലായുള്ള 5,049 സീറ്റുകളിൽ 4,003 പേർ പ്രവേശനം നേടി. ബാക്കിയുള്ളത് 1,046 സീറ്റുകൾ. ജില്ലയിൽ ആകെയുള്ള 5,091 മാനേജ്മെന്റ് സീറ്റുകളിൽ 1,757 വിദ്യാർത്ഥികളും പ്രവേശനം നേടി. ഇനി ബാക്കിയുള്ളത് 3,334 സീറ്റുകൾ. സീറ്റ് പ്രതിസന്ധി രൂക്ഷമായതോടെ 25,000 രൂപ മുതൽ 1,50,000 രൂപ വരെ ഈടാക്കിയാണ് മാനേജ്മെന്റ് സീറ്റുകളുടെ വിൽപ്പന. അവസരത്തിനായി കാത്തിരിക്കുന്ന 31,482 വിദ്യാർത്ഥികളെ ഈ മുഴുവൻ ഒഴിവുകളിലേക്കും പരിഗണിച്ചാലും 21,276 വിദ്യാർത്ഥികൾ പുറത്താകും. ബാക്കിയുള്ളവരുടെ ഏക ആശ്രയം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ജില്ലയിലെ 11,236 അൺഎയ്ഡഡ് സീറ്റുകളിൽ 950 വിദ്യാർത്ഥികൾ പ്രവേശനം നേടി. ശേഷിക്കുന്ന 10,286 സീറ്റുകൾ പരിഗണിച്ചാലും മലപ്പുറം ജില്ലയിലെ 10,990 വിദ്യാർത്ഥികൾക്ക് ജില്ലയിലെ ഒരിടത്തും അവസരമില്ല എന്നതാണ് യാഥാർത്ഥ്യം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.